എന്നാലും ഇനി ആരോഗ്യ മേഖലയിലേക്ക് വന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പൊടിക്കടങ്ങിയിട്ടേ ഉള്ളൂ. ദേ വരുന്നു എലിപ്പനി. സംസ്ഥാനത്ത് ആശങ്കയായി എലിപ്പനി പടർന്നു പിടിക്കുന്നു. മൂന്നാഴ്ചക്കിടെ 27 പേർ എലിപ്പനി പിടിപെട്ട് മരിച്ചിരിക്കുന്നു. 500-ലധികം പേർക്കാണ് ഈ മാസം എലിപ്പനി സ്ഥിരീകരിച്ചത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടി ആരോഗ്യ വകുപ്പിൽ നിന്ന് വരുന്നുണ്ട്. ജനുവരി 1 മുതൽ സെപ്റ്റംബർ 22 വരെ സംസ്ഥാനത്ത് എലിപ്പനി സ്ഥിരീകരിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം 2413 പേർ. 1612 പേർ ചികിത്സ തേടിയത് എലിപ്പനി മൂലമാണെന്ന് സംശയിക്കുന്നു. ഇതിനുമപ്പുറം ആശങ്കപ്പെടുത്തുന്നതാണ് മരണക്കണക്ക്. 9 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടത് 153 പേർക്ക്. 121 പേരുടെ മരണം എലിപ്പനിയാണെന്ന് സംശയിക്കുന്നു. ഈ മാസം 287 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 27 പേരുടെ ജീവൻ നഷ്ടമായി. 232 പേരുടെ രോഗബാധ എലിപ്പനിയാണെന്ന സംശയമുണ്ട്. 25 മരണവും സംശയത്തിന്റെ പട്ടികയിൽപ്പെടുത്തി. മരിക്കുന്നവരിൽ അധികവും 50-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഈ മാസവും ഈ വർഷവും ഇതുവരെ പകർച്ചവ്യാധി മൂലം ഏറ്റവും അധികം ആളുകളുടെ ജീവൻ അപഹരിച്ചത് എലിപ്പനിയാണ്. വെള്ളക്കെട്ടിൽ ഇറങ്ങിയവർക്കാണ് അധികവും രോഗബാധ. മലിനമായ മണ്ണിൽ ജോലി ചെയ്യുന്നവർക്കും രോഗം ബാധിക്കുന്നുണ്ട്. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എലിപ്പനി പ്രതിരോധ ഗുളിക ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിക്കുന്നു. കടുത്ത പനി, തലവേദന, വിറയൽ, ശരീരവേദന, കണ്ണിന് ചുവപ്പ് നിറം തുടങ്ങിയവയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. എലിമൂത്രത്തിലൂടെ രോഗാണു വെള്ളത്തിലും മണ്ണിലുമെത്തും. ഇത് മാസങ്ങളോളം നിലനിൽക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധമാണ് നാട്ടിൽ എലിപ്പനി രോഗബാധയും മരണവും സംഭവിക്കുന്നത്. ഇതിനെ ഒട്ടും ലാഘവത്തോടുകൂടി കാണാതെ വലിയ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ചു നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.